എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേലൂർ പഞ്ചായത്തിലെ പുഷ്പഗിരി കുറുപ്പത്തേക്കൊക്കെ തിരിയുന്നൊരു വളവുണ്ട്. അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ പിറകിൽ നിൽക്കുന്നത് ഇത് നികേഷാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പയ്യനെ കണ്ടിട്ടുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നികേഷ് ഈ സൗണ്ടിൻ്റെ ഓപ്പറേറ്റർമാരുടെ കൂടെയൊക്കെ സഹായിയായിട്ട് പോകുന്ന ആളാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുഷ്പഗിരി റോഡിൽ കുറുപ്പത്തേക്ക് തിരിയുന്ന വളവിൽ ഇവർക്കൊരു കടയുണ്ട്. ഈ കട ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നികേഷിൻ്റെ അമ്മയ്ക്ക് വേണ്ടി നികേഷ് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് അമ്മയ്ക്ക് ഇട്ട് കൊടുത്താണ്. നികേഷിനാണെങ്കിൽ കാഴ്ചശക്തി കുറവുണ്ട്. വളരെ ബുദ്ധിമുട്ടി ആണ് ഇവിടെ നികേഷ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ ഈ കടയിലെ പച്ചക്കറികൾ വെച്ചിരുന്ന തട്ട്, അത് നല്ല ഭാരമുള്ള തട്ടാണ്. ആ തട്ട് എടുത്തുകൊണ്ട് പോയി അത് ആ കടയുടെ ഫ്രണ്ടിൽ, റോഡ് ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അതിന് തീ കൊടുത്തു. പെട്രോളിയം കഴിഞ്ഞ് പോകുന്ന പോലീസുകാരാണ് ഇത് കണ്ട് തീ കെടുത്തിയത്. എന്തിനാണ് ഈ പാവം മനുഷ്യനോട് ഇങ്ങനെയുള്ള രീതിയിലൊരു ഇടപെടൽ നടത്തണമെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. വളരെ ദാരുണമായിട്ടുള്ളൊരു വാർത്തയാണെന്ന് കാലത്ത് തന്നെ അത് അറിയിക്കേണ്ടി വന്നതിലുള്ള വിഷമം പങ്കുവയ്ക്കുകയാണ്. കാരണം ഇതുപോലൊരു മനുഷ്യൻ്റെ ഒരു ഉപജീവന മാർഗം ഇതുപോലെ നശിപ്പിക്കുന്ന ഈ കുറുപ്പത്ത് സാമൂഹ്യ ദ്രോഹികൾ വാഴുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രദേശത്ത് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും നികേഷ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് നികേഷിനോട് ചോദിച്ചറിയാം. എൻ്റെ പേര് നികേഷ് എന്നാണ്. പുഷ്പഗിരി ഫാത്തിമാത സോൾസാണ് ഞാൻ കട നടത്തുന്നത്. ഞാനൊരു കണ്ണിന് സൂല്ലാത്ത ഒരാളാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കടയിട്ടത്. ഈ പച്ചക്കറി വയ്ക്കുന്ന തട്ടും ചായ കൊടുക്കാൻ വേണ്ടി ഇട്ടാണ് തട്ടുമാണ്. അത് ഇന്നലെ രാത്രി കടയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് ഓപ്പോസിറ്റ് ഇട്ട് തീയിടാൻ ചെയ്തത്. ഞാൻ കാലത്ത് വന്നപ്പോൾ കാണാൻ ചെയ്തത് പോലീസുകാരാണ് കെടുത്തിയെന്ന് പറയുന്നു. തൊട്ടപ്പുറത്തെ വീട്ടുകാരാണ് വിളിച്ച് പറഞ്ഞത്. ഇത് ഈ തട്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന സ്റ്റോഴ്സിൻ്റെ അവിടെയാണോ ഇട്ടിരുന്നത്? കടയുടെ ഫ്രണ്ടിൽ സോഴ്സ് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടത്. ഇത് ഇവിടെ നിങ്ങളിവിടെ ഇരിക്കുക, ഈ കടയിൽ ഇരിക്കണത് ആരെ ശരിക്കും? കൂടുതൽ ഇരിക്കുന്നത് അമ്മയാണ്. സുഖമില്ലാത്ത ആളാണ് അമ്മ. അമ്മയ്ക്കൊരു അറ്റാക്ക് വന്നതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പണിക്ക് പോകുമ്പോൾ പറ്റാത്തതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഇട്ട് കൊടുക്കാണ് കട. ഓ, ഇത് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലും നമ്മുടെ ബൾബ് ഊരി കൊണ്ടുപോല് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏത് ഈ കടയിൽ? 4 വർഷമായി. ഇപ്പം ഇതുപോലെ ഇപ്പം തട്ട് കത്തിച്ചു, ഇതുപോലെ ഏതെങ്കിലും സമാന സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്? കൊറോണയുടെ സമയത്ത് ഇങ്ങനെ ചുറ്റും കയറി കെട്ടിണ്ടായി. അതൊക്കെ അഴിച്ചുകൊണ്ടായി അവിടെ കൊണ്ടുപോയിട്ട് അവർ കണ്ടിച്ച് മുറിച്ചിട്ടുണ്ടായി. ഇതുപോലെ അമ്മ അതെല്ലാം മോനിക്ക് കണ്ടു. വേറെ ഏതെങ്കിലും സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഉപകാരം ചെയ്യുന്നല്ലാണ്ട് ഒരു ഉപദ്രവം നമ്മളാർക്കും ചെയ്യണ്ടില്ല. വടക്കുന്തല ആനി ചേച്ചി നടത്തുന്ന ഒരു കടയാണ്. ആ ചേച്ചി വയ്യ, അതൊരു ആളുടെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഈ കട ഇട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 1:30 ഏകദേശം ആ സമയത്തോടെ നൈറ്റ് പെട്രോളിങ്ങിന് പോയിരുന്ന പോലീസാണ് തീ കത്തുന്നത് കണ്ടതും തീ അണച്ചത്. അതിനുശേഷം ഇവിടുത്തെ ഹൗസ് ഓണറെ വിളിച്ച്, കടയുടെ ഓണർ ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അവരെ വിളിച്ച് കാര്യം പറയുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ട പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് ഇവരുമായി സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ച് ഇവരുമായിട്ട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഇത് മനഃപൂർവ്വം ആണ്. കാരണം കടയിൽ കിടന്ന ഒരു വസ്തു അബദ്ധത്തിൽ തീപിടിക്കലുണ്ടായത്. കട അടച്ച് പോയതിന് ശേഷം രാത്രി മനഃപൂർവ്വം ഈ കടയിലെ പച്ചക്കറി വെക്കുന്ന ഒരു മേശയും ചായ വെച്ച് കൊടുക്കുന്ന അങ്ങനെ 2 മേശ, അത്യാവശ്യം ഭാരം വരുന്ന 2 മേശകൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തുകൊണ്ട് പോയി മനഃപൂർവ്വം എന്തോ വെച്ച് കത്തിക്കാനുണ്ടായത്. എന്തായാലും നമുക്ക് അന്വേഷിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ രീതിയിൽ അവരും അന്വേഷിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഒരാളുടെ ഉപജീവന മാർഗം തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മനഃപൂർവ്വം ചെയ്ത ഈ ഒരു പ്രവൃത്തി, അതിനെതിരെ ശക്തമായിട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതായത് കണ്ടുപിടിക്കാനായിട്ട്, അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വീട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പോലീസ്, അതിനൊപ്പം ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ
എല്ലാ അർത്ഥത്തിലും ശക്തമായിട്ട് തന്നെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും, കാരണം ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. നമ്മുടെ ഈ പുഷ്പഗിരി പ്രദേശത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ കുറച്ച് നാളായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങളുണ്ടാക്കി സാമൂഹ്യ ദ്രോഹികൾ ഇങ്ങനെ തുടങ്ങുന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നാൾ ഇതുപോലെ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിലും നമ്മൾ പരാതി കൊടുത്തു. അത് ഇതുവരെ ആരാ കുറ്റവാളികളെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇത് വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും വലിയൊരു ഈ ഡെസ്കുകൾ കൊണ്ടുപോയി, മരത്തിൻ്റെ ഡെസ്കുകൾ കൊണ്ടുപോയിട്ട് തീയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനഃപൂർവ്വം ആരോ നമ്മുടെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതോ സാമൂഹിക ദ്രോഹികൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് വെച്ച് പൊറപ്പിക്കില്ല ഞങ്ങൾ ഈ ഭാഗത്തുള്ളവർ. എന്ത് തന്നെയായാലും സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. എന്ത് തന്നെയായാലും ആ കുറ്റവാളികളെ നമ്മൾ കണ്ടെത്തിയിരിക്കും. കാരണം ഈ പ്രദേശങ്ങൾ വളരെ സമാധാനപരമായിട്ട് പോകുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തെ അങ്ങനെ സാമൂഹ്യ ദ്രോഹികളെ വിളയാടാനായിട്ട് ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ദ്രോഹികളെ കണ്ടുപിടിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന ഈ റോഡ് മിറർ കണ്ട, ഇതും നമ്മൾ ഈ മേലൂരിൽ നിന്ന് പുഷ്പഗിരിക്ക് എത്തനേക്കാളും മുൻപ് കുറുപ്പത്തേക്കുള്ള വളവ് തിരിഞ്ഞ് കുറുപ്പത്തേക്ക് പോകണ വഴിക്ക് കയറ്റം കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന മിററാണ്. ഇത് നവജീവൻ പുരുഷ സംഘം സ്ഥാപിച്ചൊരു മിററാണിത്. ഇത് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭയങ്കര വളവാണ്. ആ വളവ് അപകടങ്ങളുണ്ടാവാതിരിക്കാൻ വേണ്ടി പുരുഷ സംഘം ചെയ്തൊരു സംഭവമാണ്. പക്ഷേ അത് കല്ലെടുത്ത് വീക്കി സാധനം നശിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ നശിപ്പിച്ചതാണത്. എനിക്ക് തോന്നുന്നത് ഇത് നിസ്സാരക്കാരല്ല, ഇത് സൈക്കോ ടീമുകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ഇടപെടലുകൾ മിക്കവാറും നടത്താൻ സാധ്യതയുള്ളത് സൈക്കോ ടീമാണ്. കാരണം അവർക്ക് മറ്റുള്ളവരുടെ ദുരന്തങ്ങളും ദുരിതങ്ങളും കണ്ട് രസിക്കുക, ആസ്വദിക്കുക, അങ്ങനത്തെ ഒരു സൈക്കോ ടീം ഇപ്പോൾ മേലൂരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് ഈ സൈക്കോ ടീമുകളെ. ഈ സൈക്കോ ടീമുകൾ എന്തെങ്കിലും പിടി വീഴും. പോലീസ് ജാഗ്രതയോടുകൂടി ഇടപെടണം. ഇതിപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടൽ ഇവിടെ നടത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഇങ്ങനത്തെ സൈക്കോ ടീമുകൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ.